ഹലോ എവരിവൺ, ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓണം സദ്യയിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാബേജ് തോരനാണ്. കാബേജ് തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 വലിയ കാബേജാണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ വളരെ ചെറിയ പീസായിട്ട് കാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. തോരനിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് വേണ്ടത് വറ്റൽമുളക്, ഉഴുന്ന്, കടുക്, കറിവേപ്പില, പരിപ്പ്, പിന്നെ സവാള, പച്ചമുളക്, ആവശ്യത്തിന് ഇഞ്ചി, പിന്നെ തേങ്ങയുമാണ് വേണ്ടത്. തേങ്ങ ചിരവിയത് 3 കപ്പാണ് വേണ്ടത്. അത് ഫ്രീസറിൽ വെച്ചോണ്ടാണ് കട്ടിയിലിരിക്കുന്നത്. ചോപ്പ് ചെയ്ത് വെച്ച കാബേജിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ക്യാരറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ വെച്ചിട്ടുള്ള കാബേജും ക്യാരറ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ച കാബേജും ക്യാരറ്റിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉള്ളിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകെല്ലാം നമ്മൾ മാറ്റി വെക്കണം. കാരണം നമ്മൾ എണ്ണയിലിട്ടിട്ട് വറക്കുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് ഇത് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അത് മാറ്റി വെക്കുന്നത്. നമ്മൾ കൈ കൊണ്ട് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ കാബേജ് തോരൻ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി ഒരു 2 കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാന് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ കടുകും ഉഴുന്നും ഇട്ട് പൊട്ടിക്കുക. പിന്നെ ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുക. പരിപ്പ് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. എണ്ണയിലും കടുകിലും ഉഴുന്നുപരിപ്പിലും കൂടിയിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നാടൻ രീതിയിലുള്ള സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ ആയതുകൊണ്ട് കറിവേപ്പില കുറച്ച് നന്നായിട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പച്ചമുളക് കുറച്ചധികം ആഡ് ചെയ്യുന്നത് നല്ലതാട്ടോ. കാരണം എരിവുണ്ടെങ്കിലേ കാബേജ് തോരൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 3 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഫ്രീസറിൽ നിന്ന് എടുത്ത തേങ്ങ ആയതുകൊണ്ടാണ് കട്ടിയായിരിക്കുന്നത്. അത് ചൂടാവുമ്പോൾ റെഡിയാവും. തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതായത് ഒരു യെല്ലോയിഷ് കളർ ആവുന്നവരെ, ബ്രൗൺ ആവരുത്. നല്ലൊരു സ്മെല്ല് വരും തേങ്ങ നമ്മൾ വറുത്തെടുക്കുന്ന ആ ടൈമിൽ. ഇത് കണ്ടോ, ഇതുപോലെയാണ് തേങ്ങ വരേണ്ടത്, യെല്ലോയിഷ് കളറ്. അപ്പോൾ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ടൈം നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമാണ് നമ്മൾ കാബേജ് മിക്സ് ചെയ്ത് വെച്ച കാബേജും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ കാബേജിൽ ഉപ്പ് ചേർത്തല്ലോ, ആ ഒരു ടൈം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. കാരണം കാബേജ് കുക്കാവുമ്പോൾ കുറച്ച് ഒന്ന് കുറയും ഉപ്പ്. അതുകൊണ്ട് തന്നെ ആ ഒരു അളവിന് അനുസരിച്ച് മാത്രമേ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കാബേജ് ചേർത്തിട്ട് ഫസ്റ്റ് 2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇതിലുള്ള വെള്ളമെല്ലാം ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കാബേജ് തോരൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കാബേജ് ഇരിക്കുന്നത് ചെറിയ പീസസ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഒരുപാട് ടൈമൊന്നും വേണ്ട. പക്ഷേ നന്നായിട്ട് കുക്കായിട്ട് വെന്തുടഞ്ഞ് പോകാൻ പാടില്ല കാബേജ് തോരൻ എന്ന് പറയുന്നത്. കുറച്ച് ക്രഞ്ചി ആയിട്ടാണ് കാബേജ് തോരൻ ഇരിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ കാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. കാബേജ് തോരൻ ഇഷ്ടമല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കാബേജ് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആ ഒരു കാബേജിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊന്നും ഉണ്ടാവില്ല. അതായത് നമുക്ക് ശരിക്കും സദ്യയിൽ കിട്ടുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ.